ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിക്കുമ്പോഴും അഴിമതി കുതിച്ചുയരുകയാണ്. കൂടുതലും റവന്യൂ വകുപ്പിലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ സ്ഥിതിവിവര കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിടിക്കപ്പെട്ടവയുടെ കണക്കാണ് ഈ പുറത്തു വന്നത്. അതിൽ എത്രയോ ഇരട്ടിയായിരിക്കും പിടിക്കപ്പെടാത്തവ എന്ന ഒരു ചോദ്യവും ബാക്കിയാവുകയാണ്. സംസ്ഥാനത്ത് അഴിമതിക്കാരെന്ന് സംശയിക്കുന്ന 700ഓളം ഉദ്യോഗസ്ഥരാണ് വിജിലൻസിന്റെ നിരീക്ഷണത്തിൽ ഇപ്പോഴുള്ളത്. ഇതിൽ 200 പേരുടെ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ വാർത്തയിലേക്ക് കടക്കുന്നു. റിനു ശ്രീധറും SS ശരണമാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. ഗുഡ് ഈവനിംഗ് റിനു ശ്രീധർ. അഴിമതിക്കാരെ പൂട്ടും അല്ലെങ്കിൽ അഴിമതിക്കിവിടെ ഇടമില്ല എന്ന് പറയുമ്പോൾ അഴിമതിയുടെ മറ്റൊരു വകഭേദമായി കൈക്കൂലി കിമ്പളം അതങ്ങ് അരങ്ങ് തകർത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനാസ്പദമായി കണക്കുകളും നമ്മുടെ മുന്നിലുണ്ട്, ഊഹാപോഹങ്ങളല്ല. ഈ കണക്കുകളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് റിനു? ഇവർക്ക് പിടിവീഴുമോ? സുജയ, അഴിമതിരഹിത ഭരണമാണ്, അഴിമതിരഹിത സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നത്. ഓരോ ഫയലുകളും അതിൽ ഓരോ ജീവിതങ്ങളുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യമായി അധികാരത്തിലേൽക്കുമ്പോൾ പറഞ്ഞത്. പക്ഷേ അതുപോലെ തന്നെയാണ് വിജിലൻസിന്റെയും കണ്ടെത്തൽ. ഓരോ ഫയലുകളിലും ഓരോ അഴിമതിയും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ്. 700 ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ വിജിലൻസിന്റെ നിരീക്ഷണത്തിൽ ഉള്ളത്. അതിൽ 200 പേരെ റെഡ് ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഒരു വകുപ്പായി റവന്യൂ വകുപ്പാണുള്ളത് എന്നുള്ളതും ഇവരുടെ ഒരു കണ്ടെത്തലുകളിൽ ഉണ്ട്. 2 തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്, 3 ജലവകുപ്പും അതുപോലെ തന്നെ പോലീസ് വകുപ്പും ഏറ്റവും വലിയ അഴിമതികളിൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളൊരു കണക്കും പുറത്ത് വരുന്നുണ്ട്. നമുക്കറിയാം, ഈ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഫിനോപ്തലിൻ ടെസ്റ്റ് വഴി കൈക്കൂലി വാങ്ങി നിരവധി പേരെ പിടിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ പിടിക്കപ്പെടുന്നവർ സ്റ്റേഷനിലേക്ക്, അതായത് ഈ വിജിലൻസിന്റെ കസ്റ്റഡിയിലേക്ക് എത്തുന്നു. തുടർന്ന് കേസുകൾ വിജിലൻസ് കോടതിയിലേക്ക് എത്തുന്നു. പക്ഷേ ഈ കേസുകളിലെ ഒരു തീർപ്പാക്കൽ വൈകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു വർഷത്തിൽ 6% ഈ കൈക്കൂലി കേസുകൾ വർധനവുണ്ടാകുന്നു എന്നുള്ളതാണ് ഓരോ വർഷത്തെയും കണക്കുകൾ. ഈ ഒരു വർഷത്തെ കണക്ക് മാത്രം, അല്ലെങ്കിൽ ഒരു 3 മാസത്തെ കണക്ക് മാത്രം എടുക്കുകയാണെങ്കിൽ 23 പേരെ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിജിലൻസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് പിടിക്കപ്പെടുത്ത കണക്കുകളാണ്. അപ്പോൾ അതിനപ്പുറം പിടിക്കപ്പെടാത്ത കൈക്കൂലികൾ പല സ്ഥലങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന് എന്ന് പറയുന്നത്, ഈ പിടിക്കപ്പെടുന്നവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് ശിക്ഷ എന്ന് പറയുന്നത് കൂടിപ്പോയാൽ ഒരു 6 മാസത്തെ സസ്പെൻഷൻ, അതിനപ്പുറം മറ്റൊരു ശിക്ഷാ നടപടികളിലേക്ക് ഭൂരിഭാഗം കേസുകളിലും പോകുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ വിജിലൻസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവയ്ക്കുമ്പോൾ അവർ പറയുന്നത് ഒരു വിഭാഗം ജനങ്ങൾ വലിയ രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ആ സഹകരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും പേരെങ്കിലും പിടിക്കപ്പെടാൻ വേണ്ടി കഴിയുന്നത്. അവരോട് കൈക്കൂലി ആവശ്യപ്പെടുമ്പോൾ 23 പേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പട്ടിക തയ്യാറാക്കി ആദ്യം ഇവരിലേക്കൊന്ന് വല വിരിച്ചു. പക്ഷേ ആ വലയിൽ നിന്ന് സൂക്ഷ്മമായി ഊരിപ്പോന്നിട്ടുള്ള മത്സ്യങ്ങളുമുണ്ട് എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വസ്തുത.